ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസവും അദ്ദേഹത്തെ വന്ന് അനുഗ്രഹം മേടിക്കാൻ വന്നിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ഇലക്ഷൻ ജയിച്ചു, തിരുവനന്തപുരം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അനുഗ്രഹം മേടിച്ചു. എൻ്റെ ഫാദറിനെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാവിലെ 5 മണിക്ക് ഇവിടെ എൻ്റെ പിതാവിനെ സ്വീകരിച്ച ആളാണ് ഈ വഴി പോയപ്പോൾ. അദ്ദേഹം എനിക്ക് പിതാവില്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ വഴി നടത്തുന്ന മാർഗദർശകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കാൻ വന്നതാണ്. തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, നിർണായകമായ യോഗം നാളെ നടക്കാൻ പോകുന്നത്. ഞാൻ അവിടെ പറഞ്ഞാൽ പോലെ പാർട്ടി ഞാൻ പറഞ്ഞോളാം, പാർട്ടി ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയാം, പാർട്ടി ലീഡർഷിപ്പ് ഞങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യം അത് പുറത്ത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് സമയമാകുമ്പോൾ ഞങ്ങൾ അവിടെ പറയും, അത് വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ടി വരുന്നില്ല, എത്രയും പെട്ടെന്ന് തീരുമാനം വരും. നിങ്ങൾ ഈ 1 മാസം ചർച്ച ചെയ്തൊക്കെ വെറുതെ ആവും. നിങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്രമിക്കുകയും നിങ്ങൾ തന്നെ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും പ്രശ്നം ഉണ്ടാവാതെ വളരെ സ്മൂത്തായിട്ട് ഒരു മുഖ്യമന്ത്രി വരും, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അത് കേരളത്തെ അടുത്ത 5 വർഷവും വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് നയിക്കും. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് NSS എന്തെങ്കിലും വിഷയത്തിൽ നിലപാടുണ്ടോ? അല്ല, അതിപ്പം എന്നോടല്ലല്ലോ ചോദിക്കുന്നത്, അത് അവരോട് ചോദിക്കണം. സാറ് അടക്കമുള്ളവരാണ് അതിന് ഉത്തരം പറയേണ്ടത്, അവരോട് ചോദിക്കണം. ഞാൻ സാറിനെ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, എനിക്ക് സമാധിയിൽ നിന്ന് ചെന്ന് അനുഗ്രഹം മേടിക്കണമെന്നുണ്ടായിരുന്നു. അത് വേണ്ടി വന്നതാണ്. ഇവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ഇന്ന് സാധ്യമല്ലെങ്കിലും ഞാൻ ശിവഗിരിയിലും പോകുന്നതായിരുന്നു.